സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരായി ഇഡി നടപടിയിൽ രാജ്യവ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധിച്ചു. ഇഡി ഓഫീസുകൾക്ക് മുന്നിലേക്ക് നടന്ന മാർച്ച് പല സംസ്ഥാനങ്ങളിലും പോലീസും സമരക്കാരും തമ്മിലുള്ള ബലപ്രയോഗത്തിലാണ് കലാശിച്ചത്. ഡൽഹിയിൽ 100ഓളം സമരക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കി. ഇഡിക്കെതിരെ രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധത്തിനാണ് ഇന്ന് കോൺഗ്രസ് നേതൃത്വം നൽകിയത്. 10,000-കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങി. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരെ നടക്കുന്നത് രാഷ്ട്രീയ പകപോക്കൽ മാത്രമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം. എല്ലാ സംസ്ഥാന കേന്ദ്രങ്ങളിലും ഒപ്പം ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധം നടന്നു. ഡൽഹിയിൽ കോൺഗ്രസിന്റെ പഴയ ആസ്ഥാന മന്ദിരത്തിന് മുന്നിൽ നിന്ന് ഇഡി ഓഫീസിലേക്ക് പോകാൻ ശ്രമിച്ച പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് തടഞ്ഞ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോവുകയായിരുന്നു ഡൽഹി പോലീസ് ചെയ്തത്. പിസിസി അധ്യക്ഷൻ ദേവേന്ദ്ര യാദവ്, ഒപ്പം കേരളത്തിൽ നിന്നുള്ള ദേശീയ വക്താവ് ഷമാ മുഹമ്മദ് തുടങ്ങി പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യമുണ്ടായിരുന്നു. മാത്രവുമല്ല, 100കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിരുന്നു. അവരെയെല്ലാം കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി. ഇന്നുകൊണ്ട് ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല. തുടർ ദിവസങ്ങളിലും സമരവുമായി മുന്നോട്ട് പോകുമെന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.